നമ്മൾ ഏറ്റവും കൂടുതൽ, ഞാനും നിങ്ങളും ഈ ലോകത്തിലുള്ള എല്ലാവരും ഏറ്റവും കൂടുതൽ ലാഭിച്ചത് എന്താണെന്നറിയോ? സമയാണ്, അല്ലെ? സമയാണ്. കാരണം നമുക്ക് എന്താണോ ആരെയാണോ അറിയിക്കേണ്ടത് അത് എല്ലാ വിവരവും, ഒരു മരണവാർത്തയാണെങ്കിൽ പോലും നമുക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. ആദ്യകാലത്തൊക്കെ നമ്മൾ ചെന്ന് പറയണം. അത് കല്യാണമാണെങ്കിലും മരണമാണെങ്കിലും എന്ത് വിശേഷമാണെങ്കിലും നമ്മൾ ചെന്ന് പറയണം. ഇന്നത് വേണ്ട, അല്ലെ? ഒരു മെസ്സേജ് മതി. അത് ലോകത്തിൽ എവിടെയാണോ ആരെയാണോ അറിയിക്കുന്നത് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് അവരെ അറിയിക്കാം, അല്ലെ? അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ലാഭിച്ചത് സമയമാണ്. എല്ലാം എളുപ്പമായി, യാത്ര എളുപ്പമായി. എന്തിനേറെ പറയുന്നു, നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസം തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് എളുപ്പമായി, അല്ലെ? ഏറ്റവും കൂടുതൽ സമയം ലാഭിച്ചതാരെന്നറിയോ? ഇവിടെ ഒരുപാട് സ്ത്രീകളുണ്ട്. സ്ത്രീകളാണ്. അലക്കല്, അരക്കല്, അല്ലെ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമായി. എന്നിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് സമയമുണ്ടോ? എനിക്ക് സമയമുണ്ടോ? നമ്മളെല്ലാവരും തിരക്കില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ലാഭിച്ചത് സമയമാണെങ്കിലും നമുക്ക് ഇപ്പൊ ഇല്ലാതെ പോയതും സമയമാണ്, അല്ലെ? എല്ലാവരും തിരക്കിലാണ്. നമ്മളൊക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ അറിയോ? നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടണം എന്നാണ്, അല്ലെ? എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ സന്തോഷം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ കിട്ടിയ സന്തോഷത്തിലും ഇനി സന്തോഷം ഒരുപാട് കിട്ടി, ഇനി സന്തോഷം വേണ്ടെന്ന് പറയാം. നമുക്ക് സങ്കടങ്ങൾ വേണ്ട, അല്ലെ? നമുക്ക് സങ്കടങ്ങൾ വേണ്ട. സങ്കടങ്ങൾ തീർക്കാനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. എന്നിട്ട് നമ്മുടെ സങ്കടങ്ങൾ മുഴുവൻ മാറിയോ? ഇല്ല. അപ്പൊ എല്ലാവരും തിരക്കിലാണ്. ഞാൻ പറയണെന്നറിയോ, നിങ്ങളുടെ സന്തോഷാണെങ്കിലും നിങ്ങളുടെ സങ്കടങ്ങളാണെങ്കിലും അത് അതിന്റെ വ്യാപ്തിയിൽ എത്രയാണോ അത് അത്ര വലുപ്പത്തിൽ അല്ലെങ്കിൽ അത്ര ആഴത്തിൽ അത് അനുഭവിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. മറ്റുള്ളവർക്കൊന്നും ഇവിടെ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ സമയമല്ല. എല്ലാവരും തിരക്കില്ല. ഞാനും തിരക്കിലാണ്, നിങ്ങളും തിരക്കിലാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമുക്ക് എന്താണോ വേണ്ടത്, അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം, അല്ലെ? അതിൽ നമ്മൾ സന്തോഷിക്കണം. സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ തന്നെ ദുഃഖിക്കണം. മറ്റുള്ളവർ ദുഃഖിക്കുന്നൊന്നും വിചാരിക്കണ്ട, അല്ലെ? ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ച് സന്തോഷിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മകൾ നമ്മൾ ചെയ്തു കൂട്ടാം. നമ്മൾ അവശനായിരിക്കുമ്പോ, അവശത അനുഭവിക്കുമ്പോ അത്തരം കാര്യങ്ങൾ ഓർത്തിട്ട് നമുക്ക് സന്തോഷിക്കാം, സമാധാനിക്കാം. ഇത്